എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ള സ്നാക്ക് ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനും അതുപോലെ തന്നെ 4 മണിക്കൊക്കെ അത് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക്. അതായത് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പൊട്ടറ്റോ ബോണ്ട. ബോണ്ട ഞാൻ 2-3 തരത്തിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതെന്തായാലും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഇതേപോലെ സ്നാക്ക് ഐറ്റംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലോഗ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു ബ്ലോഗ് ഉണ്ട്, ഞാൻ പണ്ട് തൊട്ടേ എഴുതിയിട്ടുണ്ടായിരുന്നു റെസിപ്പീസ് ഒക്കെ. അങ്ങനെ ഞാൻ ബ്ലോഗിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബോണ്ട എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര നാളായിട്ട് ഞാൻ ഈ ബോണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ലല്ലോ, എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയതാണ്. അതിൽ കുറച്ചും കൂടെ റെസിപ്പീസ് ഉണ്ട് കേട്ടോ, വീഡിയോസ് കൺവേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പതുക്കെ ഞാനത് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പീസ് കാണാൻ മറക്കരുത്. ആദ്യത്തെ ഞായറാഴ്ച മുടി കൊഴിച്ചിലുള്ള കാരണങ്ങളായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വെജിറ്റേറിയൻ മീൽസ് കോംബോ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് വെച്ചിട്ടുള്ള ഹൽവ. ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു പരിപ്പ് കറി. ഇന്ന് ഇതാ ഇപ്പോൾ എന്താണ് ആലു ബോണ്ട. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞായർ മുതൽ വ്യാഴം വരെ 1:30ക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ദുബായ് സമയത്ത്. അപ്പോൾ ഒന്ന് കയറി നോക്കുക, വീനാസ് കറികളിലൊന്ന് എടുക്കുക. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസിന്റെ ആവശ്യം തന്നെ വരില്ല. പുതിയ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ച ഇടാൻ പോകുന്നത് മുടി കൊഴിച്ചിലുള്ള ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സുമാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ആലു ബോണ്ട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി വളരെ നൈസൊക്കെ അരിഞ്ഞതാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. ഞാനൊരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും സൂക്ഷിച്ച് ചേർക്കണം. ഞാൻ പൊട്ടറ്റോ വേവിച്ച് വെച്ചപ്പോൾ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ അധികം ഉപ്പ് ചേർക്കണ്ട. അപ്പോൾ പൊട്ടറ്റോ ഞാൻ 3 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അല്പം വെള്ളം ചേർത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായി ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന വരെ ഇതങ്ങ് വഴറ്റി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വയലറ്റ് കളറിലുള്ള സവാള ആയതുകൊണ്ട് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്ക് തീ കുറയ്ക്കണം. ചെറിയ തീയിലോട്ട് മാറ്റിയതിന് ശേഷം, അതായത് സിമ്മിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, നല്ലത് ഒരു അല്പം ഗരം മസാല. പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണമെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. അതുപോലെ തന്നെ മുളക് പൊടി കുറയ്ക്കാം, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ അഡൽസിന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ലോണം ആ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കോട്ടെ. നമുക്കിനി ഇതിലോട്ട് കുറച്ച് മല്ലിയുടെ ഇല മുറിച്ചത് ചേർത്ത് കൊടുക്കാം. മല്ലിയുടെ ഇല ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതേപോലെ കറിവേപ്പില ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇല ചേർത്താൽ മതി. എൻ്റെ അടുത്ത് 2 ഇലകളുള്ള കാരണം ഞാൻ 2 ചേർത്തു എന്ന് മാത്രം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നന്നായി ഉടച്ച പൊട്ടറ്റോ ആയിരിക്കണേ. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കോട്ടെ. ഇനി നമുക്ക് അവസാനം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കി, അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു അല്പം 1/4 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം മതി. ഒരല്പം മാത്രം ചെറുനാരങ്ങ നീര്, ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇച്ചിരി മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മസാല ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓവറല്ല, ഒരു 2 ടേബിൾ സ്പൂൺ. നല്ല നന്നായി മിക്സ് ആവുള്ളൂ, അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതെല്ലാം കൂടി അങ്ങ് യോജിപ്പിച്ചിട്ട് അങ്ങ് വരട്ടി ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. പൊട്ടറ്റോ മസാല നന്നായി തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി റെഡിയാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതായത് കുറച്ച് ദിവസം, ഒരു 10 ദിവസമൊക്കെ ഉള്ള ബ്രെഡ് ഉണ്ടാവില്ലേ, കാലാവധിയുള്ള ബ്രെഡ്. അപ്പോൾ അതാണെങ്കിലാണ് മറ്റേ ബ്രെഡിന് നിറയെ ഹോളുകൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് ബ്രെഡ്. ഞാൻ നമ്മുടെ പൊരിച്ച ഐസ്ക്രീമിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുപോലെ
തന്നെ കുറച്ച് ലോങ് ലാസ്റ്റിംഗ്. അപ്പോൾ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 ദിവസം 7 ദിവസമൊക്കെയുള്ള ബ്രെഡാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ലോങ് ലാസ്റ്റിംഗ് അല്ലാത്ത ബ്രെഡിന് ഒരു 4 ദിവസം വരെയൊക്കെ കാലാവധി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബ്രെഡാണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഈ ബ്രെഡ് റോള്, ചിക്കൻ റോളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലോട്ട് നമുക്ക് ചെറുതായിട്ട് ഈ ഓരോ ബ്രെഡിൻ്റെ പീസ് അങ്ങ് മുക്കി കൊടുക്കുക. എന്നിട്ട് മാക്സിമം ഇതിൻ്റെ വെള്ളം അങ്ങ് പിഴിഞ്ഞു കൊടുക്കുക. ഒരുപാട് വെള്ളം മുക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയതായിട്ട് ഉരുളകൾ എടുത്തിട്ട്, ഒരുപാട് വലുതാക്കണ്ട, ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് ഉണ്ടാക്കാറുള്ളത്. കാരണം ഒരുപാട് വലുതാക്കി കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതേപോലെ ചെറിയ ഉണ്ടയാക്കിയിട്ട് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡിൽ നിന്ന് അങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള വെള്ളം കളയണം. എന്നിട്ട് നമുക്ക് ശരിക്കും ഇവിടെ ഒരു ഇതുപോലെ ഉണ്ടാവും. ഇപ്പോൾ ഇതുപോലെ ആക്കാം. ഓക്കെ, ഉണ്ടകളാക്കി മാറ്റുക. അതേസമയം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ബ്രെഡ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. സാധാരണ ബ്രെഡ് കിട്ടിയിട്ടുള്ളെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ മുക്കി കണ്ടിട്ട് ഇത് ആക്കിയതിന് ശേഷം മിക്സ് ചെയ്തിട്ട്, അഥവാ ഹോളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയോ ആട്ടയോ വെള്ളത്തിൽ കലക്കുക. എന്നിട്ട് ആ വെള്ളം കുറച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോൾ അങ്ങ് അടയും, ഈ നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് വരില്ല. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ബ്രെഡാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ മറ്റു രീതിയിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉണ്ടകളാക്കിയതിന് ശേഷം നമുക്ക് മാറ്റി എല്ലാതും റെഡിയാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് 3-4 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ എല്ലാം കൂടി ഉണ്ടാക്കുന്നില്ല, ഞാൻ ചൂടോടുകൂടി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം മസാല നമുക്ക് റെഡിയാക്കി നേരത്തെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യമുള്ള സമയത്ത് അങ്ങ് ഉണ്ടാക്കി വെക്കാം. അല്ലെങ്കിൽ ഇതേപോലെ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് എടുത്ത് പൊരിച്ച് കൊടുത്താലും മതി കേട്ടോ കുട്ടികൾക്ക്. ഞാനിപ്പോൾ ഒരു 4-5 എണ്ണം റോൾ ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം പിന്നെ ഫ്രീ ആകുമ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ബ്രെഡിൽ അങ്ങ് റോൾ ചെയ്തിട്ട് അപ്പോൾ വറുത്തെടുക്കുകയാണ് പതിവ്. നമ്മുടെ എണ്ണയുടെ ചൂട് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇത് മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ബോണ്ടയിൽ നമ്മൾ ഇടുന്ന സമയത്ത് എണ്ണയുടെ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അതുപോലെ തന്നെ ചൂട് കൂടിക്കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഗോൾഡ് കളറായിട്ട് മാറും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും എണ്ണയുടെ ചൂട് മീഡിയം ആയിരിക്കാം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് ബോണ്ട ഇട്ട് കൊടുക്കാം. ഞാൻ അറ്റ് എ ടൈം 3 എണ്ണം ഇത് ഇടുന്നുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചിടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 3/4 ഭാഗമൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. കാരണം ഈ ബ്രെഡ് ബ്രൗൺ കളർ ആവാൻ അധികം സമയമൊന്നും വേണ്ട. നമ്മൾ ആ ചെറിയ നനവ് മാറി ആ ബ്രെഡ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കിനും നമുക്കിതങ്ങ് എടുക്കാം. നല്ലൊരു ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് തിരിച്ചിടാം. 1 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോണ്ട നല്ല ഗോൾഡ് കളറായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇതാ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുത്തപ്പോഴേക്കും അതിൻ്റെ തണുത്തുപോയി. അപ്പോൾ ആ ക്രിസ്പിനെസ് പോയിട്ടുണ്ട്. നിങ്ങൾ ചൂടോടുകൂടി കഴിക്കണമെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും ഈ സംഭവം. അപ്പോൾ ഞാനൊരു വായി കഴിച്ച് നോക്കട്ടെ. അതെ വാ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ടിരുന്ന എല്ലാ വീഡിയോസും കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായി റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ആ വൈറ്റ് എടുത്തില്ലേ? ട്രൈ. ഓഫീസിലേക്ക് പോകുമ്പോ ഓഫീസിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ലോണ്ടറി കൊടുക്കണം. അതാണ് ആ ബ്ലാക്ക് കവറ്. നിങ്ങൾ വിചാരിക്കും ഇതുപോലെയാണ് ഞാൻ ഡെയിലി ഓഫീസിൽ പോകാത്തല്ലേ.